എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട കൊണ്ടൊരു സ്നാക്കാണ്. ഒരു ഫ്രൈഡ് പാൻ ഗ്യാസിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 3 വെളുത്തുള്ളി അല്ലി ചതച്ചത്, ഇതെല്ലാം കൂടി ഇട്ട് അല്പം മൂപ്പിക്കുക. അതിലേക്ക് ഒരു മീഡിയം സവോള ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇത് രണ്ടും കൂടിയിട്ട് വഴറ്റുക. സവാളയുടെ നിറം മാറാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ട് മസാലയുടെ പച്ചമണം മാറാൻ വേണ്ടി 1 മിനിറ്റ് വഴറ്റുക. അതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക. തക്കാളി നന്നായി വഴറ്റിയിട്ട് അതിലേക്ക് 3 പുഴുങ്ങിയ മുട്ട ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കുക. ആറ് സ്ലൈസ് ബ്രെഡ് എടുത്ത് ഓരോന്നിൻ്റെയും 4 സൈഡ് മുറിച്ച് ഓരോന്നും ചപ്പാത്തി ഉണ്ടാക്കുന്ന റോൾ ഉപയോഗിച്ച് നന്നായിട്ട് പരത്തുക. ഒരു ചെറിയ പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് അതിലൽപ്പം ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് കലക്കി വെക്കുക. ഓരോ ബ്രെഡ് സ്ലൈസും എടുത്ത് അതിലേക്ക് കുറച്ച് മുട്ട മസാല വെച്ച് ചുരുട്ടുക. 2 വശവും നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മൈദ എടുത്ത് പുരട്ടി കൈകൊണ്ട് പ്രസ് ചെയ്ത് ഒട്ടിക്കുക. ഒട്ടിച്ചില്ലെങ്കിൽ എണ്ണയിൽ വറുക്കുമ്പോൾ മസാല പുറത്തു വരും. ഇങ്ങനെ എല്ലാ ബ്രെഡും റോൾ ചെയ്ത് വെക്കുക. ഒരു കുഴിഞ്ഞ പാത്രം ഗ്യാസിൽ വെച്ച് ബ്രെഡ് റോൾ വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടാകുമ്പോൾ ഓരോ ബ്രെഡ് റോളും എണ്ണയിലേക്കിട്ട് 2 വശവും ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ വറക്കുക. തീ കൂട്ടി വയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.